സോ നെക്സ്റ്റ് ഈസ് സിക്രിയിലോട്ടാണ്. സിക്രിയിൽ എൻട്രൻസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽക്കം ടു സിക്രി. പിന്നെ ടിക്കറ്റ് എത്രയാടാ? 100 രൂപ. 100 രൂപയാണ് 2 പേർക്ക് വരുന്നത്. 50-50. ഗൈഡുമാരുടെ ശല്യം ഒരുപാടുണ്ടെങ്കിലും ഒരു തവണ അവിടെ മുമ്പ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ തന്നെ സഞ്ചരിക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് വി ജസ്റ്റ് ഗോട്ട് ഇൻ ടു ദിസ് സിക്രി റീജിയൻ. ഇതാണ് ഇവിടുത്തെ കുതിരാലയം. കുതിരകളെ വളർത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലം കണ്ടു നോക്കൂ. കുതിരകൾക്കുള്ള സ്ഥലമാണ് ഇതൊക്കെ. സ്റ്റേബിളിൻ്റെ മറ്റൊരു ഭാഗമാണുള്ളത്. ജസ്റ്റ് സീ ദീസ്. കുതിരകളെ കെട്ടിയിടുന്ന സ്ഥലമാണ്. ഇത്രയും വിശാലമായിട്ടുള്ള കുതിര പാർക്കിംഗ് മുഗൾസിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സിക്രിയിലാണ് ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളത്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്റർ ആയിരുന്നു സിക്രി. ഫത്തേപൂർ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ബാബയുടെ, സലീം ചിശ്തിയുടെ ദർഗയും അങ്ങനെ ഒരു ഇസ്ലാമിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ സിക്രിയിൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അക്ബറിൻ്റെ ഒരുപാട് പ്രൈവറ്റ് ചാമ്പേഴ്സൊക്കെ കാണപ്പെടുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ നബിൽ നിൽക്കുന്ന ഈ ഒരു പവിലിയൻ, ഒരു ഹൗസ് എന്ന് പറയുന്നത് ബീർബലിൻ്റെ ഹൗസാണ്. ബീർബലിനെ ഒരൊറ്റ വാക്കിലെ ഉപമിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് മുഗൾ കാലഘട്ടത്തിലും അക്ബറിൻ്റെ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമാൻ. അതാണ് ആര്? ബീർബൽ. ആ ബീർബൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ബീർബലിൻ്റെ ഹൗസാണിത്. അങ്ങനെ നബീലിൻ്റെ കൂടെ നമ്മൾ ബീർബലിൻ്റെ ഹൗസ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അകത്തൊന്നുമില്ല, എങ്കിലും റെഡ് സാൻഡ് സ്റ്റോണിൽ ബിൽഡ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ആസ് യൂഷ്വൽ മുഗൾസിൻ്റെ കാലഘട്ടത്തിലുള്ള പല ഡിസൈൻ വർക്കുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വി ആർ ജസ്റ്റ് എൻട്രിങ് ടു ദിസ് ഹൗസ്. ഇങ്ങനെ ഡിഫറെൻ്റ് അറകളുള്ള ഒരു വീടെന്ന രീതിയിലാണ് ബീർബലിൻ്റെ ഈ ഹൗസ് ഉള്ളത്. ഇതുപോലെ തന്നെ ഈ സിക്രിയിൽ നമുക്ക് ഒരുപാട് മോണിമെന്റ്സ് കാണാൻ പറ്റും. മുഗൾസിൻ്റെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ്, അക്ബറിൻ്റെ വൈഫുമാർ, ഇവരുടെ എല്ലാം മോണിമെന്റ്സ് കാണാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് അവരുടെ റൂമുകൾ. ഇതൊക്കെ റൂമുകൾ ഓപ്പൺ ആണെന്നുള്ളൂ. ഓരോ റൂമിൽ നിന്നും മറ്റു റൂമിലോട്ട് എൻട്രൻസ് ഉണ്ട്. ബീർബലിൻ്റെ ഹൗസ് കണ്ടതിന് ശേഷം നമ്മൾ അടുത്തൊരു മോണിമെന്റ് അന്വേഷിച്ചിട്ടുള്ള പോക്കിലാണ് സിക്രിയിലോട്ടുള്ളത്. വി ആർ അക്കംപനിഡ് ബൈ മെനി സ്മോൾ കിഡ്സ് ആൻഡ് ഫാമിലീസ്. സിക്രിയിൽ ഒരുപാട് ഗാർഡനൊക്കെ കാണാൻ വേണ്ടി പറ്റും. നോക്കിക്കേ അല്ലേ ബിലെ? അതെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അന്ന് തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണുള്ളത്. ആൻഡ് ദിസ് ഈസ് പഞ്ച് മഹൽ. ഗാർഡൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾ കാണുന്ന 5 നിലകളുള്ള ഈ ബിൽഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് പഞ്ച് മഹൽ. പഞ്ച് മഹലിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇതിൻ്റെ ഹൈറ്റ് വളരെ കുറവാണെന്നുള്ളതാണ്. അതിലേറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അക്ബറിൻ്റെ ഹൈറ്റും വളരെ ചെറുതായിരുന്നു. അങ്ങനെ ഓരോ മഹലിലോട്ട് നോക്കുമ്പോഴും ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ്. അക്ബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീക്രിയേഷൻ സെൻ്റർ ആയിരുന്നു, അതായത് ഒരു റീഫ്രഷ്മെൻറ്റ് ഏരിയ ആയിരുന്നു ഈ പഞ്ച് മഹൽ. ഈ പഞ്ച് മഹൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വിശാലമായിട്ടുള്ള ലൊക്കേഷൻ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സിക്രിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ കുളം. ഇതിനെ വിളിക്കുന്ന പേര് അനൂബ് തലാവ് എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയാൻ ടാൻസൻ തുടങ്ങിയിട്ടുള്ള 36ഓളം മ്യൂസീഷ്യൻസ് അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അതിൽ ടാൻസനെ പോലുള്ള ആൾക്കാർ സംഗീത കച്ചേരി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്പേസ് കൂടിയാണ് ഈ കുളത്തിന് നടുവിലുള്ള ഈ ഒരു അനൂബ് തലാവ് എന്ന് പറയുന്നത്. നബീൽ പാട്ട് പാടുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തെളിവാണ് നബീൽ. അക്ബറിന് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മോണിമെന്റ്സിൻ്റെ ഹൈറ്റ് കുറവായിരുന്നുള്ളൂ. നിങ്ങൾ നബീലിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നോക്കിക്കേ, ഏകദേശം ഇപ്പം മുട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കുനിഞ്ഞ് നടക്കണം, അതാണ് രാജാവിൻ്റെ മുമ്പിൽ എല്ലാവരും കുനിഞ്ഞ് നടക്കണം. അതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നടന്ന് ക്ഷീണിക്കുമ്പോൾ അല്പം ഒന്നിരിക്കാം, എന്നിട്ട് ദൂരെ നോക്കുമ്പോൾ സംഗീതം കേൾക്കാം. നബീൽ പാടി തുടങ്ങി. നിർത്താം നമുക്ക്. നമ്മുടെ അനൂബ് താലാവിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു മോണുമെന്റ്, അതാണ് അക്ബറിൻ്റെ ബെഡ്റൂം. ഇവിടെ 3 നിലകളിലായിട്ടാണ് വരുന്നത്. ദെൻ ഇതാണ് അക്ബറിൻ്റെ പ്രധാനപ്പെട്ട കിച്ചൺ. ബെഡ്റൂം, കിച്ചൺ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. നബീൽ മാറി നിൽക്ക്. ഓക്കെ, അത് ഈ കാണുന്ന ഒന്നാണ്. ദിസ് ഈസ് ഗംഗാജലം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പാത്രമാണ്.
എല്ലാവർക്കും അക്ബറിന്റെ ധർമ്മവും അതിന്റെ ഭാഗമായിട്ട് ഗംഗാജലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പാത്രമാണ് ഈ കാണുന്നത്. അതേസമയത്ത് നിങ്ങൾ ഈ കാണുന്ന ഇതാണ് ശീഷ് മഹൽ. അക്ബറിന്റെ വൺ ഓഫ് ദി വൈഫിന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പവലിയനാണ് ശീഷ് മഹൽ, റുഖയ്യ ബീഗത്തിന് വേണ്ടി. അക്ബറിന്റെ റുഖയ്യ ബീവി തുർക്കിഷ് സുൽത്താനയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് തുർക്കിഷ് സുൽത്താന മക്കാൻ എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ശീഷ് മഹൽ. ഓക്കെ, ഫത്തേപൂർ സിക്രിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ജോധാബായുടെ മഹലും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. വി ആർ ഹാവിങ് എ ഷോർട്ട് വിസിറ്റ്. ജസ്റ്റ് കാണണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇവിടെ നിന്നുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് വി ഡിഡ്ന്റ് ഡിപ്പെൻഡ് ഓൺ എനി പെർട്ടിക്കുലർ ഗൈഡ്. ദിസ് ഈസ് അക്ബേഴ്സ് ദിവാനി ആം. ഇവിടെ വെച്ചിട്ടാണ് അക്ബർ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷൻ. സോ ദിസ് ഈസ് ദാറ്റ് മോണ്യുമെൻറ്റ് ദിവാനി ആം. ദിവാനി ആമിന് ശേഷം വരുന്ന മറ്റൊന്നാണ് ദിവാനി കാസ്. അവിടെ പ്രൈവറ്റ് ഓഡിയൻസ് ആണ്. അക്ബർ തൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒഫീഷ്യൽസ്, മിനിസ്റ്റേഴ്സ് അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ലൊക്കേഷനാണ് ദിവാനി കാസ്. ദിവാനി കാസ് തന്നെയാണ് ഇബാദത്ത് ഖാനയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് അക്ബേഴ്സ് ഇബാദത്ത് ഖാൻ ആൻഡ് ദിവാനി കാസ്. അക്ബറിൻ്റെ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു ഹോൾ ഇതായിരുന്നു. റിലീജിയസ് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്ന ഹോളിനെയാണ് ഇബാദത്ത് ഖാൻ എന്ന് വിളിക്കുന്നത്. നബീലി സിറ്റിംഗ് ഹിയർ. ഓക്കെ, ഈ ഇബാദത്ത് ഖാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡിഫറെൻറ്റ് റിലീജിയനുമായിട്ട്, ജൈനിസം, ക്രിസ്ത്യാനിറ്റി, ദെൻ ഹിന്ദുയിസം, അങ്ങനെ പല സ്കോളേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹോളാണ് ഇത് വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ലീഡേഴ്സുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹോളാണ്. അതേസമയത്ത് ഈ ഹോൾ തന്നെയാണ് അക്ബർ ദിവാനി ഖാസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദിവാനി ഖാസ് പറഞ്ഞാൽ അക്ബറിന്റെ പ്രൈവറ്റ് ചാമ്പറാണ്. അക്ബർ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഹോളാണ് ദിവാനി ഖാസ്. സോ രണ്ടിൻ്റെയും പർപ്പസ് ഉണ്ടായിരുന്ന ഹോളാണ് ഈ കാണുന്ന ഇബാദത്ത് ഖാന ഹോൾ. ഓക്കെ, വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് മോണ്യുമെന്റ് ദാറ്റ് യു ക്യാൻ സീ ഇൻ ഫത്തേപൂർ സിക്രി. ഈ കാണുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ട്രഷറി. 3 അറകളിലായിട്ടുള്ള ഈ ബിൽഡിംഗ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ട്രഷറി. ആൻഡ് ദർ യു ക്യാൻ സീ അഗെയിൻ പഞ്ച് മഹൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പൺ കോർട്ട്യാർഡാണ് ഇതെല്ലാം. ആൻഡ് ദിസ് ഈസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ദിവാനി ഖാസ്. സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പ്. And Nabil is so tired and we are going to signing off from Fatehpur Sikri. Bye. Bye.